നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഹുണ്ടായുടെ ക്രിട്ട EVയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വേരിയൻസ് ഒരുപാടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് ഏത് വേരിയൻ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്? അതായത് ഒരുപാട് വേരിയൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. എക്സിക്യൂട്ടീവ്, സ്മാർട്ട് ഓപ്ഷനിൽ പ്രീമിയം, സ്മാർട്ട് ഓപ്ഷനിൽ തന്നെ ലോങ് റേഞ്ച്, പിന്നെ എക്സലൻസ് എന്ന് പറയുന്ന ഇത്രയും വേരിയൻസ് ആണ് വരുന്നത്. ഇതിൽ ഏത് വേരിയൻറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അഫോർഡബിൾ ആയിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് തന്നെ, അല്ലെങ്കിൽ ഏറ്റവും ബേസ് വേരിയന്റിൽ ഇത്രയും അധികം ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ലാത്തൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു മോഡൽ നമുക്ക് നോക്കാം. അതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഫ്രണ്ട് ആൻഡ് റിയർ ഡിസ്ക് ബ്രേക്ക്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് സീറ്റ് ബെൽറ്റ്, ഫ്രണ്ട് രണ്ട് സൈഡിലെ സീറ്റ് ബെൽറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡ്രൈവർ പവർ വിൻഡോ വിത്ത് ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഫീച്ചർ നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. സേഫ്റ്റിയും കൂടെ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. ഹെഡ് ലാമ്പ് എസ്കോട്ട് ഫംഗ്ഷൻ വരുന്നുണ്ട്. എസ്കോട്ട് ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട് വരെയൊക്കെ ലോക്ക് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഹെഡ്ലൈറ്റ് കത്തി നിൽക്കുന്നതിനാണ് എസ്കോട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് അവൈലബിൾ ആണ്. റിയർ ഡീഫോഗർ വിത്ത് ടൈമർ അവൈലബിൾ ആണ്. റിയർ പാർക്ക് സെൻസർ അവൈലബിൾ ആണ്. റിയർ ക്യാമറ വിത്ത് ഡൈനാമിക് ഗൈഡ് ലൈൻസ് അവൈലബിൾ ആണ്. 17 ഇഞ്ചിൻ്റെ എയറോ അലോയ് വീൽ വിത്ത് ലോ റെസിസ്റ്റൻസ് ടയർ അവൈലബിൾ. ഇതൊക്കെ ബേസ് വേരിയൻ്റ് ആണെന്ന് ഓർത്തോണേ. ഫ്രണ്ട് ആൻഡ് റിയർ സ്കിഡ് പ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഹോറിസോൺ LED പൊസിഷൻ ലാമ്പ് വിത്ത് DRLs നമുക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാം ബേസ് വേരിയൻ്റ്. പിക്സലേറ്റഡ് ഗ്രാഫിക് ഗ്രില്ല് അവൈലബിൾ ആണ്. പിക്സലേറ്റഡ് LED റിവേഴ്സ് ലാമ്പ് കിട്ടുന്നുണ്ട്. മൾട്ടി കളേർഡ് സറൗണ്ട് ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ചാർജിങ് പോർട്ടിന്റെ ഫ്രണ്ടിൽ നമുക്കത് കിട്ടുന്നുണ്ട്. ബോഡി കളേർഡ് ഡോർ ഹാൻഡിൽസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഗ്രാനൈറ്റ് ഗ്രേ വിത്ത് ഡാർക്ക് നേവി ഡ്യുവൽ ടോൺ ആണ് നമുക്ക് ഇന്റീരിയേഴ്സിൽ കിട്ടുന്നത്. ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് സ്പീഡിൽ പോകുന്ന. വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഇട്ടേക്കാം. അതിന്റെ ഡീറ്റെയിൽ റിവ്യൂ വിത്ത് ടെസ്റ്റ് ഡ്രൈവും കൂടെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് കൺസോൾ കിട്ടുന്നുണ്ട്. ഫാബ്രിക് സീറ്റാണ് വരുന്നത്. മാനുവൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്. 60/40 സ്പ്ലിറ്റ് സീറ്റ് കിട്ടുന്നുണ്ട്. 2 സ്റ്റെപ്പ് റിയർ സീറ്റ് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഡ്യുവൽ സോൺ ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ ക്ലൈമറ്റ് കൺട്രോൾ കിട്ടുന്നുണ്ട്. അതായത് ഡ്യുവൽ സോണാണ് കിട്ടുന്നത്. റൈറ്റും ലെഫ്റ്റും ഉള്ള ആൾക്ക് ഇഷ്ടമുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇലക്ട്രിക് പാർക്ക് ബ്രേക്കിംഗ് വിത്ത് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ കിട്ടുന്നുണ്ട്. ഡ്രൈവിംഗ് മോഡ് നമുക്ക് മാറ്റാൻ പറ്റും. ഈക്കോ, നോർമൽ, സ്പോർട്ട് ആക്കാൻ പറ്റും. പാഡിൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രൂസ് കൺട്രോൾ ഉണ്ട്. സ്മാർട്ട് കീ വിത്ത് പുഷ് സ്റ്റാർട്ട് അവൈലബിൾ ആണ്. മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യാം, ഫോൾഡ് ചെയ്യാൻ സാധിക്കും. ഓട്ടോ ഫോൾഡ് ഫംഗ്ഷനും കിട്ടുന്നുണ്ട്. ഓപ്പൺ കൺസോൾ സ്റ്റോറേജ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇലക്ട്രിക്കൽ ടെയിൽ ഗേറ്റ്സ് അവൈലബിൾ ആണ്. അതായത് ഡിക്കിയൊക്കെ നമ്മൾ തുറക്കുന്നത് ബട്ടണിൽ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റിയർ AC വെൻസ് അവൈലബിൾ ആണ്. സ്റ്റിയറിംഗ് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ഫംഗ്ഷൻ കിട്ടുന്നുണ്ട്. ഓൾ ഡോർ പവർ വിൻഡോ കിട്ടുന്നുണ്ട്. പാസഞ്ചർ വാനിറ്റി മിറേഴ്സ് കിട്ടുന്നുണ്ട്. അതായത് ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലെ പാസഞ്ചർ ഇരിക്കുന്ന സൺവൈസറിനകത്ത് മിറർ വരുന്നുണ്ട്. 10.25 ഇഞ്ചിന്റെ രണ്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒന്ന് ക്ലസ്റ്റർ മീറ്ററും ഒന്ന് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ആൻഡ് റിയർ വൈപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഫ്രണ്ട് ട്യൂട്ടേഴ്സ് അവൈലബിൾ ആണ്. പോർട്ടബിൾ ചാർജിങ് കേബിൾസും കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ ഇതിൻ്റെ പ്രൈസ് 20 ലക്ഷം രൂപയ്ക്ക് താഴെ, അതായത് 19,87,481 രൂപയാണ് ഈ ഒരു മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു 20 ലക്ഷം രൂപയ്ക്ക് താഴെ കിടു ഫീച്ചേഴ്സ്, അതായത് ഇത്രയും ഫീച്ചേഴ്സ് കിട്ടുന്ന ഒരു ഓപ്ഷൻ അടിപൊളിയാന്ന് ഞാൻ പറയും. പക്ഷേ ഇതൊരു ലോങ് റേഞ്ച് അല്ല വരുന്നത്. ലോങ് റേഞ്ച് വരുമ്പോൾ പ്രൈസ് കൂടും. 42 കിലോ-വാട്ടിൻ്റെ ബാറ്ററിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വേരിയന്റിലോട്ട് പോകും. അതായത് സ്മാർട്ട് എന്ന് പറയുന്ന വേരിയന്റ് വരുന്ന സമയത്ത് പുഡിൽ ലാമ്പ് വിത്ത് ലോഗോ പൊസിഷൻ, അതായത് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് മിററിന്റെ താഴെ നിന്ന് ഒരു ലൈറ്റ് നേരെ താഴോട്ട് പ്രൊജക്ട് ചെയ്യും. നല്ലൊരു ഇതാണ്. LED ടെയിൽ ലാംപ്സ് അന്നേരം ഈ ഒരു മോഡലിലോട്ടാണ് വരുന്നത്. LED ടേൺ സിഗ്നൽ വിത്ത് സീക്വൻഷ്യൽ ഫംഗ്ഷൻസ്, അതായത് റണ്ണിംഗ് ടൈപ്പ് അല്ലെങ്കിൽ മെട്രിക്സ് ടൈപ്പ് LED ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കിട്ടുന്ന ഈ ഒരു വേരിയന്റ് തൊട്ടാണ്. ഇന്റഗ്രേറ്റഡ് റൂഫ് റെയിൽസ് കിട്ടുന്നുണ്ട്. ഇലക്ട്രിക്കൽ 6-വേ അഡ്ജസ്റ്റബിൾ സീറ്റ് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ഡ്രൈവർ സൈഡ് മാത്രമാണ്. റിയർ വിൻഡോ സൺഷെയ്ഡ് കിട്ടുന്നുണ്ട്. ഫ്ലോട്ടിംഗ് കൺസോൾ കിട്ടുന്നുണ്ട്. അതും ഓഷൻ ബ്ലൂ ആംബിയൻ ലൈറ്റ് വെച്ചാണ് ഇവിടെ കിട്ടുന്നത്. ഫ്രണ്ട് സ്റ്റോറേജ് ഫ്രങ്ക് വിത്ത് LED ലാംപ്സ്. ഫ്രണ്ടിൽ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് 22 ലിറ്ററിന്റെ സ്റ്റോറേജ് സ്പേസും കൂടെ കിട്ടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്മാർട്ട് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വരുമ്പോൾ. ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ 42 കിലോ-വാട്ടിന്റെ ബാറ്ററിയാണ് വരുന്നത്. ഈ ഒരു മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 20,97,367 രൂപയാണ് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ വേരിയന്റും ഈ വേരിയന്റും തമ്മിലുള്ള വ്യത്യാസം വരുന്ന 1,09,886 രൂപയുടെ ഡിഫറൻസ് ആണ് ഇവിടെ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ 1 ലക്ഷം കൂടെ കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉള്ളൊരു കാര്യം എനിക്ക് തോന്നിയില്ല കേട്ടോ. ടു ബി വെരി ഫ്രാങ്ക്, എനിക്ക് അത്രയും ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യം അവിടെ തോന്നിയിട്ടില്ല. അങ്ങനെ നോക്കാനാണെങ്കിൽ ഫസ്റ്റ് വേരിയന്റ് തന്നെയാണ് എനിക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. ബേസ് വേരിയന്റ് അത്രയും കാര്യങ്ങൾ കിട്ടുമ്പോൾ ഏതായാലും ഇതെനിക്ക് അപ് ടു ദ പോയിന്റ് ഒന്നും തോന്നുന്നില്ല. നമുക്ക് അടുത്തതിലോട്ട് പോകാൻ സ്മാർട്ട് ഓപ്ഷൻ എന്ന് പറയുന്നതാണ് അടുത്ത വേരിയന്റ് വരുന്നത്. സ്മാർട്ട് ഓപ്ഷൻ വരുന്ന സമയത്ത് ഡ്യുവൽ ടോൺ ആണ് വരുന്നത്. അതായത്
ഡ്യുവൽ ടോൺ ഒരുപാട് ഭാഗത്തോട്ട് കൊണ്ട് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. അതായത് ലൈറ്റ്നിങ് ആർക്ക് സി പില്ലേഴ്സിൽ വരുന്നുണ്ട്, ഇന്റഗ്രേറ്റഡ് റൂഫ് റെയിൽസ് വരുന്നുണ്ട്, ഔട്ട്സൈഡ് ഡോർ ഹാൻഡിൽസിലൊക്കെ വരുന്നുണ്ട്, ഡോർ മിറേഴ്സ് ഉണ്ട്, ഔട്ട്സൈഡ് ഡോർ മിറേഴ്സിന്റെ കവേഴ്സിലെല്ലാം വരുന്നുണ്ട്, റിയർ സ്പോയിലർ എല്ലാം ബ്ലാക്ക് ആണ് വരുന്നത്. അപ്പോൾ അതും കൂടെ വരുന്ന സമയത്ത് പിന്നെ വോയിസ് എനേബിൾഡ് പനോരമിക് സൺ റൂഫ് വരുന്നുണ്ട്. അപ്പോൾ സൺ റൂഫ് വരുന്ന ഈ ഒരു മോഡൽ തൊട്ടാണ്. അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ 21,51,819 രൂപയാണ് പ്രൈസ് വരുന്നത്. അന്നേരം അതിന്റെ ഡിഫറൻസ്, അതായത് നേരത്തെ വേരിയന്റ് സ്മാർട്ടുമായിട്ടുള്ള ഡിഫറൻറ്റ് എന്ന് പറയുമ്പോൾ 54,452 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. ഏറ്റവും ബേസ് വേരിയന്റ് തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 160 ഡിഫറൻസ്, 162 രൂപയുടെ ഡിഫറൻസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഇനി അടുത്ത വേരിയന്റ് പ്രീമിയം ആണ്. പ്രീമിയത്തിൽ എന്താണ് വ്യത്യാസം വരുന്നത് വെച്ചാൽ അഡാസ് ഫീച്ചറും കൂടെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു പ്രത്യേകത അവിടെ പറയാനില്ല. അപ്പോൾ പ്രീമിയം വരുന്ന സമയത്ത് നമുക്ക് അഡാസിന്റെ ഫീച്ചർ കൂടെ വരും. അഡാസിന്റെ ഫീച്ചർ കൂടെ വരുമ്പോഴത്തേക്കും പ്രൈസ് ഒന്ന് കയറി 22,06,272 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അന്നേരം ഡിഫറൻസ് വരുന്നത് നേരത്തെ ഒരു വേരിയന്റ് വെച്ച് ഡിഫറൻസ് വരുന്നത് 54,453 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. ബേസ് വേരിയന്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ലക്ഷം രൂപയുടെ 2 ലക്ഷത്തി സംതിങ്ങിന്റെ വ്യത്യാസം, 2,10,000 രൂപയുടെ വ്യത്യാസം നമുക്കൊരു പ്രീമിയം വേരിയന്റിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ അഡാസ് നല്ലതാണെന്നൊക്കെ ഞാൻ സമ്മതിക്കും. കാരണം ആ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് അഡാസിന്റെ കാര്യം കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും എന്നും കൂടെ നോക്കിയിട്ട് മേടിക്കുക എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഇനി ലോങ് റേഞ്ച് വേരിയന്റിലോട്ട് പോകാം. ലോങ് റേഞ്ച് വരുന്ന സമയത്ത് സ്മാർട്ട് ഓപ്ഷനിലാണ് നമുക്ക് ആദ്യം തുടങ്ങുന്നത്. സ്മാർട്ട് ഓപ്ഷനിൽ ആകെപ്പാടെ അഡാസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ വരുന്നില്ല. ബാറ്ററി ഹീറ്ററും കൂടെ വരുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഇവിടെ വരുന്നത്. അന്നേരം അവിടുത്തെ പ്രൈസ് വ്യത്യാസം വരുന്നത്, അതായത് ബാറ്ററി ഹീറ്ററും കൂടെ വന്നു, ലോങ് റേഞ്ച് ആയി. ലോങ് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും കിലോമീറ്റർ മാറി. അതായത് 390 കിലോമീറ്റർ കമ്പനി സാധാരണ ബാറ്ററിയിൽ ഓടുമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ 475 കിലോമീറ്റർ നമുക്കൊരു ലോങ് റേഞ്ച് ബാറ്ററിയിൽ നമുക്ക് ഓടാൻ സാധിക്കുന്നുണ്ട്. അന്നേരം അവിടെ വരുന്ന പ്രൈസിന്റെ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് സ്മാർട്ട് ഓപ്ഷനിൽ ലോങ് റേഞ്ചിന് വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 23,69,629 രൂപയാണ് ഒരു ലോങ് റേഞ്ച് വേരിയന്റിന് വരുന്നത്. അപ്പോൾ ലോങ് റേഞ്ച് 2 വേരിയൻസ് മാത്രം വരുന്നുള്ളൂ, സ്മാർട്ട് ഓപ്ഷനിലും പിന്നെ എക്സലൻസ് എന്ന് പറയുന്ന വേരിയന്റ്. അപ്പോൾ എക്സലൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ആണ് വരുന്നത്. നമുക്കൊന്ന് പറയാം. അതായത് എക്സലൻസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോക്രോമിക് മിറർ വിത്ത് ടെലിമാറ്റിക് സ്വിച്ച് വരുന്നുണ്ട്. അതായത് നമുക്ക് ഓട്ടോ ഡിമ്മിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അഡാസ് ഫീച്ചർ വരുന്നുണ്ട്. ലെതർ അപ്പോൾസറി വിത്ത് ഡോർ ആൻഡ് ആംറസ്റ്റും കാര്യങ്ങളൊക്കെ ലെതറാണ് വരുന്നത്. ഇലക്ട്രിക്കൽ 8-way അഡ്ജസ്റ്റബിൾ സീറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. പവേർഡ് ഡ്രൈവർ മെമ്മറി സീറ്റ്, ഡ്രൈവറിൻ്റെ സീറ്റ് മെമ്മറി സീറ്റാണ് നമുക്ക് കിട്ടുന്നത്. പവേർഡ് പാസഞ്ചർ സീറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അത് വാക്ക് ഇൻ ഡിവൈസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ബാക്കിലിരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ ഈ ഫ്രണ്ടിലത്തെ സീറ്റ് ഫ്രണ്ടിലോട്ടാക്കാൻ, അതായത് പാസഞ്ചർ സീറ്റ് ഫ്രണ്ടിലോട്ടാക്കാൻ വേണ്ടിയുള്ള സ്വിച്ചും കൂടെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് റോ വെന്റിലേറ്റഡ് സീറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അഡാസ് ലിങ്ക്ഡ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് കിട്ടുന്നുണ്ട്. ഗ്ലോ ബോക്സ് കൂൾഡ് ആണ് നമുക്കിവിടെ വരുന്നത്. വിർച്വൽ എഞ്ചിൻ സൗണ്ട് സിസ്റ്റം നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് വാഹനം ചെറിയ സ്പീഡിലൊക്കെ ഓടുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് ഒരു എഞ്ചിൻ നോയ്സ് അല്ലെങ്കിൽ ഒരു വാഹനം വരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി ചെറിയൊരു സ്പീക്കറും കൂടെ ഇവിടെ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. ഫോൾഡബിൾ സീറ്റ് ടേബിൾ വിത്ത് IT ഡിവൈസ് ഹോൾഡർ, റിട്രാക്റ്റബിൾ കപ്പ് ഹോൾഡേഴ്സ് ഫോർ സെക്കൻഡ് റോ ഓക്യുപ്പൻ്റ്. അതായത് ബാക്കിൽ നമുക്കൊരു ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്ന സംഗതി കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ ബാറ്ററി ഹീറ്റേഴ്സ് അവൈലബിൾ ആണ്. ഡിജിറ്റൽ കീയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബാറ്ററി ഹീറ്റേഴ്സ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്ട്രീം കോൾഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ബാറ്ററി ഡ്രെയിൻ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഹീറ്ററും കൂടെ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 25,87,439 രൂപയാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് 25 ലക്ഷം രൂപ മുടക്കി ഈ ഒരു വാഹനം എടുക്കണമെന്ന് ചോദിച്ചാൽ വർത്താണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. അഡാസ് ഫീച്ചറും ഈ പറയുന്ന പോലെ പനോരമിക് സൺറൂഫ് അതും ഇതും എല്ലാം വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് ഈ പറയുന്ന ഏറ്റവും ടോപ്പ് വേരിയൻ്റ് എടുക്കാം. ഇത് ചാർജർ ഇൻക്ലൂഡ് ചെയ്യാത്ത എമൗണ്ട് ആണ്. ഇനി ചാർജറും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ 79,501 രൂപയും കൂടെ അഡീഷണൽ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് 26,66,094 രൂപ മുടക്കിയാൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു വാഹനം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു പേഴ്സണൽ ഓപ്ഷൻ എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ബേസ് വേരിയൻറ്റ് തന്നെയാണ്. കാരണം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന മോഡൽ തന്നെയാണ് ഏറ്റവും നല്ലത് ഞാൻ പേഴ്സണലായിട്ട് സജസ്റ്റ് ചെയ്യുക. അതിനകത്ത് വിത്ത് ചാർജർ അല്ല, വിത്തൗട്ട് ചാർജറാണ് വരുന്നത്. ചാർജർ വന്നാലും നമുക്ക് ഏകദേശം 70 രൂപയുടെ വ്യത്യാസം വന്നാൽ പോലും വലിയൊരു എമൗണ്ട് ഹൈക്ക് വരുമെന്ന് പറയുന്നില്ല. എല്ലാ ഫീച്ചേഴ്സും, കാരണം നമുക്ക് അതിനകത്തൊരു ഫീച്ചർ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഒരുമാതിരി എല്ലാ ഫീച്ചേഴ്സും അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ്. നിങ്ങളുടെ ഒരു സജഷനും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് കൊടുത്തേക്കുക. ഏതായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിങ്ങിൽ കിട്ടുന്ന റേഞ്ചില്ല, മീൻസ് ആ ഒരു വാഹനം എനിക്ക് ഒരു കുഴപ്പവും തോന്നുന്നില്ല. പിന്നെ ഈ പറയുന്ന പോലെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് ആണ് വരുന്നത്. 8 വർഷം ബാറ്ററിക്ക് വാറണ്ടി വരുന്നത്. 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ വിച്ചവ കം സെയിലിയർ, അങ്ങനെ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതാണ് ആദ്യം വരുന്നത് അന്നേരം അതിൻ്റെ വാറണ്ടി തീരുന്നതായിരിക്കും. ബാറ്ററി വെഹിക്കിളാണ്, നോക്കിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെടുക്കുക. പക്ഷേ ഏതായാലും ഈ വാഹനം എനിക്ക് പേഴ്സണലായിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ ആ വീഡിയോയ്ക്കകത്ത് അതുപോലെ തന്നെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്
പുള്ളിന്ന് വന്ന. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.